മുംബൈ മാർക്കറ്റിലുള്ള കുറച്ച് സ്ട്രീറ്റ് ഫുഡുകൾ അതേപോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഓഡിയോ കേൾക്കുന്നുണ്ടോന്നോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. സ്ട്രീറ്റിൽ വേറെ സാധനം കാണിച്ചു തരാം കേട്ടോ. എന്താ അറിയുക സംഭവം ശരിക്കും പറയുകയാണെങ്കിൽ പാൽക്കട്ടിയാണ്. കണ്ടോ क्या चीज़ है ना क्या के लिए यूज़ करने का ये दोनों का साथ ही हाँ കണ്ടോ ഇത് കണ്ടോ അത് പാൽക്കട്ടിയാണ്. പാലിൻ്റെ കട്ടി കണ്ടോ പാൽക്കട്ടി. ഈ പാൽക്കട്ടി ഇവരിതിങ്ങനെ ഇവിടെ മാർക്കറ്റിൽ വിൽക്കും. കണ്ടോ ഇതൊക്കെ പാൽക്കട്ടിയാണ്. ഈ പാൽക്കട്ടി ഇങ്ങനത്തെ ഒരു ഇലയിൽ പൊതിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കഴിക്കുകയാണ് ചെയ്യുക കേട്ടോ പാൽക്കട്ടി. അതായത് മധുരമുള്ള പാൽക്കട്ടി കേട്ടോ. മധുരം കാരണം കുറച്ച് മധുരം ഉണ്ടാവും. അങ്ങനെയുള്ള മധുരത്തോടെയുള്ള കുറച്ച് പഞ്ചസാരയും എനിക്ക് തോന്നുന്നു എന്തെങ്കിലും മധുരം ചേർത്തിട്ടായിരിക്കും അങ്ങനെയാണ് ഇവർ ഈ പാൽക്കട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. ആടിൻ്റെ അതുകൊണ്ട് പാൽക്കട്ടി ഉണ്ടാക്കും, പനീർ ഉണ്ടാക്കും. പനീർ തന്നെയാണ്. പനീർ കുറച്ചും കൂടി ടൈറ്റ് ഉണ്ടാവും. പിന്നെ വേറെ രസകരമായ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. ഇവിടെ വെറും 15 രൂപക്ക് നമുക്ക് ജ്യൂസ് കിട്ടും. വെറും 15 രൂപ. കണ്ടോ ആപ്പിൾ ജ്യൂസ്, ഏത് ജ്യൂസാണെങ്കിലും 15 രൂപ. കണ്ടോ മാംഗോ ജ്യൂസ് ആണെങ്കിൽ ആപ്പിൾ ജ്യൂസ്, പക്കൽ ജ്യൂസ്, ഏതാണെങ്കിലും നമുക്കിവിടെ മുംബൈയിൽ വന്നാൽ. അതുപോലെ ഷവർമ കിട്ടും. ഷവർമയ്ക്ക് 30 രൂപയ്ക്കും ഷവർമ കിട്ടും. കണ്ടോ അപ്പോൾ ഷവർമയ്ക്ക് 30 രൂപയാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ എന്താ പറയുക കുബ്ബൂസില്ലേ, കുബ്ബൂസിൽ ഇതാക്കുന്ന ഷവർമേനൊക്കെ പൈസ കൂടുതലാണ്. പൈസ കൂടുതലല്ല 50 രൂപ. അതേപോലെ ഇങ്ങനത്തെ ഈ വട, ഈ പാവിൽ, അതായത് ബന്നിന് പാവ് എന്നാണ് പറയുക. പാവിൽ ഇതാക്കേണ്ട ഷവർമയ്ക്ക് 30 രൂപയാണ്. കണ്ടോ ഇതാണ് ഷവർമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബന്നിലാണ് ഷവർമ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വന്നാൽ ഇവിടെ ബായി എന്തോ മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ ക്യാബേജ് കൂട്ടിയിട്ട്, ക്യാബേജും ആ ക്യാബേജിൽ എന്തോ ഇട്ടിട്ടൊക്കെയാണ് ഇങ്ങനെ മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടോ കണ്ടതിൽ ഇങ്ങനെ ഉണങ്ങി പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഭായ് ഇസ്കാ നാം ക്യാ? വട കബാബാണ് കേട്ടോ. അതായത് മുംബൈ സ്ട്രീറ്റ് ഫുഡുകൾ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. ഇത് വട കബാബ്. ഇവിടെ ഒരു ബായ് പെട്ടിയിൽ ഇങ്ങനെ വിറ്റുകൊണ്ട്. ഇതെന്ത് ഓക്കെ മോമോസ് എന്ന് പറഞ്ഞ സാധനമാണ്. ചിക്കൻ ഫ്രൈ മോമോസ് 50 രൂപ 6 പീസിന്. അതേപോലെ ചിക്കൻ പോപ്കോണ്, അതായത് ചിക്കൻ ചെറിയ പോപ്കോണായിട്ട് അതുണ്ട്. പിന്നെ ഇതേപോലെ 50 റുപ്പീസിന് ചിക്കൻ ബർഗർ. കണ്ടാ 50 രൂപക്കൊക്കെയാണ് ബർഗർ കിട്ടുന്നത് കേട്ടോ അവിടെ മുംബൈയിൽ. കണ്ടാ അതേപോലെ ചിക്കൻ സീക്ക് കബാബാണത്. ചിക്കൻ സീക്ക് 30 രൂപ. ചെറിയ പൈസക്ക് നമുക്ക് ഇവിടെ ഭക്ഷണം കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. മുംബൈ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ, 1 രൂപ ഉള്ളവനും മുംബൈയിൽ ജീവിക്കാൻ പറ്റും, ലക്ഷങ്ങളും കോടികളുള്ളവനും മുംബൈയിൽ ജീവിക്കാൻ പറ്റും. അതാണ് മുംബൈയിലെ ലൈഫ് സ്റ്റൈല് ഞാൻ മനസ്സിലാക്കി. കാരണം സൂറത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് മുംബൈ ലൈഫ് സ്റ്റൈല്. സൂറത്ത് കുറച്ച് സിറ്റിയിൽ നമ്മൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്നല്ലാത്ത ഭക്ഷണങ്ങളൊക്കെ ഒരുപക്ഷെ മലയാളികൾക്ക് പെട്ടെന്ന് പിടിക്കുന്ന ഭക്ഷണം ഉണ്ടാവില്ല. ചില ഭക്ഷണം തന്നെ വെരി എക്സ്പെൻസീവാണ്. അതുപോലെ മുംബൈയിൽ വെരി എക്സ്പെൻസീവായിട്ട് ഭക്ഷണം വിൽക്കുന്ന സ്ഥലമുണ്ട്. ദാദർ പോലത്തെ സ്ഥലങ്ങൾ വളരെ എക്സ്പെൻസീവാണ് ഫുഡിന്. അതേപോലെ ഇവിടെ വന്നാൽ എന്തോ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ഏക്കാ ഭായ് ഏക്കാ ആലു പൊറാട്ട. അലുവ പൊറാട്ടയാണ് കേട്ടോ. അലുവ പൊറാട്ട നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആരെങ്കിലും? അലുവ പൊറാട്ട കണ്ടോ, ഇത്രയും വലിയൊരു പൊറാട്ടയാണ് ചുട്ടിട്ടുള്ളത്. കണ്ടോ എത്ര വലിപ്പുണ്ട് നോക്ക് പൊറാട്ടൻ്റെ വലിപ്പം. കാരണം ഇത് വലിയ പൂരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. കിतना भाई इसका है? 1/4 किलो, आधा किलो है ना? 160 रुपये किलो है. हाँ अदायद 1/4 किलोന് कितना? हाँ 160 रुपये കിലോന്. കണ്ടോ വലിയ ചട്ടിയിൽ ഒരു പൂരി കണ്ടോ, ഇത്രയും വലിയ പൂരിയാക്കിയിട്ട് പൊരിക്കുകയാണ് ചെയ്യുക. കണ്ടോ ഇത്ര വലിപ്പം നോക്കി പൂരിൻ്റെ. അതായത് ഇതിൻ്റെ പേര് അലുവ പൊറാട്ട. കണ്ട ഇത് അലുവ, ഇതിൽ മുക്കിയിട്ട് കഴിക്കലാണ് തോന്നുന്നു. ഇതിൻ്റെ സിസ്റ്റം എങ്ങനെ കണ്ടോളൂ, എങ്ങനെ കാണിക്കുന്നത് കണ്ട അത് ഒരു പീസ് അതിലിട്ട് ഇനി അതിൻ്റെ കൂടെ ആ അലുവ ഇട്ട് അങ്ങനെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കട്ടോ. അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആംപ്ലേറ്റ് പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കണ്ട
ആംപ്ലേറ്റിൻ്റെ ചട്ടി കുഴി നേരെ താഴത്തേക്ക് കുഴിഞ്ഞിട്ടുള്ള കുഴിയാണ്. പിന്നെ അതിൽ ഇങ്ങനത്തെ സാധാ സ്ക്വയറായിട്ടുള്ള ബണ്ണ്, അതിന് പാവ് എന്ന് പറയും. ബണ്ണ് കൊണ്ടാണ് ഇവിടുത്തെ സകല കളികളും കണ്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അത് ഇട്ടിട്ട് കിത്തന റുപ്യ ഇസ്ക കിത്തന 15 റുപ്യക്കാണ് ഇത് വിൽക്കുന്നത് കണ്ടോ. ഭായ് ക്യാ ഹൈ പാവ് ക്യാ ഹൈ പിസ്സ. ഇത് കണ്ടോ പിസ്സയാണ് കേട്ടോ. ഇത് പിസ്സ നമ്മളെ പിസ്സ എന്താണോ എനിക്ക് തോന്നുന്നു ഒരു പിസ്സ പറയുകയാണെങ്കിലും കുറച്ചുകൂടെ കട്ടി കൂടിയ മറ്റേ ഇതാണത്. എന്താണ് നമ്മളെ കുറച്ചുകൂടെ വെയിറ്റ് തിക്നെസ് കൂടിയത് എന്താണ് പിസ്സ പോയിൻ്റാണ്. റൈറ്റ് പിസ്സ പോയിൻ്റ്. അടുത്ത് ഇനി നമ്മൾ പോകുന്നത് കത്വയിലെ മാർക്കറ്റിലേക്കാണ് കേട്ടോ. മുംബൈ കത്വ മാർക്കറ്റാണിത്. കത്വ മുംബ്ര മാർക്കറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളെന്താ പറയുക കുറേ സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അറിയാം, കാരണം നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ കുറേ എന്താ പറയുക പാസ്ത പോലത്തെ കുറേ ഐറ്റംസുകളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇത് കണ്ടോ ഒരു ലെങ്തി ആയിട്ടുള്ള എന്തോ പൊരിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇതെന്തോ സാധനമാണ് കേട്ടോ. ഇത് എന്തോ ഒരു പൊരിച്ചതോ അത് റെഡി ഈ പൊരിക്കാൻ വേണ്ടി റെഡി ടു കുക്കാണോ തോന്നുന്നു. പിന്നെ ഇങ്ങോട്ട് ഇത് പച്ചക്കറി മാർക്കറ്റും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു മാർക്കറ്റാണിത്. ടൊമാറ്റോക്ക 20 രൂപയാണ് തക്കാളി കിട്ടുക. നല്ല ഫ്രഷ് തക്കാളിയാണെന്ന് എനിക്ക് തോന്നുന്നു നല്ല ഫ്രഷ് തക്കാളിയാണ്. കണ്ടോ ഇതിൻ്റെ നട്ടൊന്നും ഇതായിട്ടില്ല കണ്ടോ. ചെറിയ ഐറ്റംസ് തക്കാളിയുണ്ട്, വലിയ ഐറ്റംസ് തക്കാളിയുണ്ട്. ഇനി വീടൊന്നും മാർക്കറ്റിൽ പല ഇത് നോക്കട്ടോ. ഇവിടെ വെളുത്തുള്ളി പാക്കറ്റ് ആക്കിയിട്ട് വിൽക്കുന്നുണ്ട് കണ്ടോ. വെളുത്തുള്ളി നമ്മളവിടെയൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇത് ഇപ്പം ഞാനിവിടെ കണ്ടത് ഇത് കൗതുകമായിട്ടല്ല. പിന്നെ ഇവിടെ കണ്ടത് ഇത് വെളുത്തുള്ളി തൊലിക്കാത്ത വെളുത്തുള്ളി. കാരണം പണിയെടുക്കാത്ത പെണ്ണുങ്ങൾക്ക് പണിയെടുക്കാതെ ഇരിക്കാനുമുള്ള ഒരു സൗകര്യമാണ്. ഇനി നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. ഇതൊക്കെ പച്ചക്കറി മാർക്കറ്റാണ്. പച്ചക്കറി മാർക്കറ്റിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതെന്താ തോന്നുന്നു കാഷ്യൂനട്ടാണ്. കാഷ്യൂനട്ടല്ല ബിസ്ക്കറ്റ്. ഇത് നമ്മൾ കാഷ്യൂൻ്റെ ഒക്കെ അതേപോലെ പൊരിച്ചെടുത്ത ബിസ്ക്കറ്റാണ്. നമ്മളെ നാട്ടിലൊക്കെ കാണാറുണ്ട്. മൂപ്പര് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കി എന്നാണ് പറയുന്നത്. നോക്കാം. നമ്മളെ സാധാരണ നാട്ടിലൊക്കെ ഉള്ള ടൈപ്പ് തന്നെയാണ്. അച്ഛാ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് സംഭവം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ടൈപ്പ് തന്നെ. ഈ നമ്മളൊക്കെ നാട്ടിൽ ഇപ്പോൾ സാധാരണ ഇത് റൗണ്ടിലുള്ള കേക്കാണ്. നാൻ കടായി എന്നെന്തോ പേരുള്ള സാധനമാണ്. പപ്പടം. പപ്പടം കണ്ടെങ്കിൽ പൊരിച്ചിട്ട് വെച്ചൊക്കെയാണ്. സാധാരണ നമ്മൾ പപ്പടം പിന്നെ പൊരിക്കാത്ത പപ്പടമല്ല, അത് പപ്പടം ഇവിടുത്തെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പപ്പടമാണ് എനിക്ക് തോന്നുന്നത്. പൊരിച്ചിക്കാണ്ട് തന്നെ പാക്കറ്റ് വിൽക്കുകയാണ് കടയിൽ. നിങ്ങൾക്കൊരു കാര്യം കാണിച്ചത് ക്യാബേജിൻ്റെ ഒക്കെ വലുപ്പം നോക്കി. വലിയ ക്യാബേജ്, ഭീമൻ ക്യാബേജുകളാണ് മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. ചെറിയ ക്യാബേജ് ഒന്നുമല്ല കേട്ടോ. എത്ര വലിപ്പമുണ്ട് നോക്കി. ഇപ്പം ഇതിന് നമ്മളെ നാട്ടിലെ തേങ്ങ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. തേങ്ങ ഇങ്ങനെ കട്ട് ചെയ്തിട്ടും വിൽക്കും, ഇങ്ങനെയും വിൽക്കും. കിത്തന 30 രൂപ 30 രൂപക്കാണ് തേങ്ങ വിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ വില കൂടുതലാണ് തോന്നുന്നു. 50 രൂപക്കൊക്കെയാണ് തേങ്ങ മാർക്കറ്റിൽ വിൽക്കാറ് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ തേങ്ങയ്ക്ക് വില കുറഞ്ഞതെന്ന് എനിക്കറിയില്ല. അറിയുന്നവരുടെ കമൻറ്റ് ചെയ്യാം. ഇവിടെ കണ്ട നമ്മളെ മുരിങ്ങക്കായ്, നാട്ടിലൊക്കെ ഉള്ള മുരിങ്ങക്കായ് ഇവിടെ സുലഭമായിട്ട് വിൽക്കുന്നുണ്ട് മുരിങ്ങക്കായ്. കിത്തന kg का 60 രൂപ 60 രൂപയാണ് kg കേട്ടോ. 60 രൂപക്കാണ് വിൽക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ റൈറ്റ്. വേറൊരു പരിപാടി പറഞ്ഞാൽ ഈ പഴം വിൽക്കും. ഇവിടെ പഴം എണ്ണത്തിനാണ് റൈറ്റ്. കിത്തന kg का റൈറ്റ് है कैसा भी है 40 रुपये में एक डेन. 40 रुपये कितना पीस है 12 पीस आएगा 40 रुपये. 12 പീസ് 40 रुपये അങ്ങനെയാണ് ഇവിടെ വിൽക്കുന്നുണ്ടാവും. ഈ ഇസ്ക കിത്തന 50 रुपये का 12 पीस. അപ്പം 50 रुपये 12 പീസ്. മാർക്കറ്റിൽ പെട്ട ഏരിയകൾ തന്നെ കേട്ടോ കംപ്ലീറ്റ്. ഈ മാർക്കറ്റ് എനിക്ക് തോന്നുന്നത് കുറേ ഇങ്ങനെ നീണ്ടു പോകുന്ന മാർക്കറ്റാണ്. ഇവിടെ ഈ മാർക്കറ്റിൽ എത്തിയപ്പോൾ ഇവിടെ ബേക്കറി മാത്രം വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ ടൈപ്പ് ബേക്കറികളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മളെ സാധാരണ റസ്ക്കും കാര്യങ്ങളാണോ. ഇത് നമ്മൾ കാണാത്ത ബട്ടർ ബിസ്ക്കറ്റ് ആണ്. ബട്ടർ കേക്ക് ബിസ്ക്കറ്റ് ആണ്.
ബട്ടർ ബിസ്ക്കറ്റ് ആണ്. ഇത് കണ്ട നമ്മളെ ഇതുണ്ടല്ലോ പാനിപ്പൂരിൻ്റെ ഏതൊക്കെ പാനിപ്പൂരി കബിയ 30 രൂപ 30 രൂപക്കാണ് ഇതൊന്ന് വിൽക്കുന്നത് കേട്ടോ. നമ്മൾ പാനിപ്പൂരിൻ്റെ നമ്മളെ നാട്ടിലൊക്കെ സാധാരണ അവർ ഉണ്ടാക്കലല്ല. ഇവിടെ ഇത് എവിടെയും പാനിപ്പൂരിക്കും വേണ്ടിയിട്ടുള്ള ഈ സാധനം അവൈലബിൾ ആണ്. ഇത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മാത്രം മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് മാത്രം കോട്ടേജ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കും. സർബത്ത് എനിക്ക് തോന്നുന്നു കേട്ടോ. റോസ് മാംഗോ ഉണ്ടാവും. റോസ് മാംഗോ, റോസ് 25 ബദാം. ഇവർ എനിക്ക് തോന്നുന്നു ഈ ആപ്ക സ്പെഷ്യൽ സബ് സ്പെഷ്യലാണ് ലെമൺ ജ്യൂസ്. കാരണം എനിക്ക് തോന്നുന്നു മുംബൈത്തെ ഒരു സ്പെഷ്യൽ ഇതായിട്ട് ഉണ്ടാക്കുന്ന തോന്നുന്നു. അതായത് ഈ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ വസ്ത്രം, അവിടുത്തെ സംസ്കാരം എല്ലാം ഇഴകിച്ചേർന്നതായിരിക്കും. ചിലപ്പോൾ ഞാൻ അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായില്ല എന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഏതൊരു സൊസൈറ്റിയിലും അല്ലെങ്കിൽ ഏതൊരു സമൂഹത്തിലും അല്ലെങ്കിൽ ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അവിടുത്തെ ഭക്ഷണവും സംസ്കാരവും അവിടുത്തെ കൾച്ചറും വസ്ത്രരീതിയും അവരൊക്കെ ഇതൊക്കെ തമ്മിലൊരു ബന്ധം ഉണ്ടാവും. അവർ കഴിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും ഇവിടെ കിട്ടില്ല. പക്ഷേ അവിടുത്തെ സംസ്കാരവും കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ ഭക്ഷണം ഉണ്ടാവുന്നത്. ശരിക്കും ഉണക്കൽ മീൻ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ ക്യാ മച്ചിയന ഏതോ ഒരു വെറൈറ്റി മച്ചീനെ ആണ് ഇത് പൊരിച്ചിട്ട് വിൽക്കുന്നത്. ബൂമ്പിയിൽ എന്ന് പറഞ്ഞ ഒരു മീനാണ് കേട്ടോ. എന്ത് മീൻ എനിക്കും വലിയ അറിയില്ല. ചിലപ്പോൾ നമ്മൾ അറിയേണ്ട തന്നെ കാരണം കണ്ടോ അതൊക്കെ ഉണക്ക മീനുകളാട്ടോ മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കും. ഈ മാർക്കറ്റിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഒക്കെ മാർക്കറ്റിലുള്ള ഓരോ കാഴ്ചകളാണ് ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പല സ്ഥലങ്ങളും പോയിട്ടുണ്ടാവും. പല ഇടങ്ങളിലും പല വ്യത്യസ്ത അനുഭവങ്ങളാണ് നമുക്ക് അനുഭവപ്പെടുക. ഇവിടെ കരിമ്പ് ജ്യൂസ് ഉണ്ടാവും. ഈ കരിമ്പ് ജ്യൂസ് क्या के लिए यूज़ करने का മെഷീൻ ചലനെ का मालूम पड़ने का. ഇതായത് ഇത് തിരിയുണ്ട് അറിയാൻ വേണ്ടി കിട്ടിയതാണെന്ന് ഓൻ പറയണ്ടേ. ഇസ്മെ ബി യൂസ് കർണൊക്കെ പോയി ചെയ്യണ. ഇത് കരിയേപ്പിൻ്റെ ഇല ഇട്ടാ ഞാൻ എല്ലായിടത്തും കണ്ടേക്കണത്. ഉണ്ടാക്കേണ്ട അടുത്തൊക്കെ ഈ കരിയേപ്പിൻ്റെ ഇല ഇതിമ ഒരു കെട്ടി തൂക്കി വെക്കും. ഇവിടെ വേറെന്തോ ഒരിത് കാണുന്നുണ്ട്. ഇത് നമ്മൾ കാണാത്ത എന്തോ ഒരു കാണാത്തല്ല, പക്ഷെ ഇത് കണ്ടിട്ടുണ്ടാനും എനിക്ക് തോന്നണു. കുക്കുംബർ. ഇത് എന്തോ പരവേല എന്ന് പറഞ്ഞൊരു കായാണ്. എന്ത് കായെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. കണ്ടോ കിത്തന കേജിക്കാ 80 രൂപയാണ് ഇത് കിലോന് കേട്ടോ. എന്തോ ഇപ്പം കാര്യമായിട്ട് എന്തോ ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഗൾഫിലൊക്കെ നമ്മൾ കഴിച്ചിരുന്ന ഒരു ഇലയാണ് കേട്ടോ ജർജർ. ഈ ജർജർ പച്ചയിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് ജർജർ പച്ചയിൽ കഴിക്കുക എന്നുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മാർക്കറ്റ് ഇങ്ങനെ പോയി ഇതിങ്ങനെ ഒരുപാട് ദൂരം വരെ പടർന്ന് കിടക്കുന്ന മാർക്കറ്റാണ്. പിന്നെ എൻ്റെ മൊബൈലിൽ എന്ന് വെച്ചാൽ ലോ ലൈറ്റ് വലിയ വിഷയമാണ്. കോത്മെയിൽ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനമാണ് ഇത്. പിന്നെ നമ്മൾ ഗുജറാത്തിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനം കേട്ടോ. അത് പിന്നെ സാധാ ജിലേബി എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ഭക്ഷണം ഞാൻ പറഞ്ഞില്ല, ഭക്ഷണം ഓരോ സ്ഥലത്തും സംസ്കാരത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കിത്തന KG-ക്കാ കിത്തന 200 റുപ്യാണ് കിലോ. ഒക്കെ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇത്ര പൈസ ഇല്ല. ഇസ്ക കിത്തന 200 നിനക്ക് 200 രൂപയാണ് കിലോന്. നമ്മൾ ബായ് വേറെന്തോ സാധനം വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. സോൻ പാപടി മിഠായി എന്ന് പറയും നമ്മൾ. എനിക്ക് തോന്നുന്നു പഞ്ഞിമിഠായി കുറച്ചും കൂടെ പഞ്ഞിമിഠായി ജയ്സാവിയന പഞ്ഞിമിഠായിൻ്റെ ഒക്കെ മാതിരി തന്നെ ഉണ്ടാവും. പക്ഷേ ഇതിൽ ഡെൻസിറ്റി കുറച്ചുകൂടെ ഉണ്ട്. ഞാൻ ഡെൻസിറ്റി ചെക്ക് ചെയ്യണമെന്നില്ല. ഇത് കുറച്ചും കൂടെ പഞ്ഞിമിഠായി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നേർത്തതായിരിക്കും. ഇത് കണ്ടോ, ഇത് കുറച്ചും കൂടെ പിന്നെ ഇതാണ് കണ്ടോ ഫൈബർ ഇങ്ങനെ കാണുന്നുണ്ട്. അതിൻ്റെ ഫൈബർ ഇവിടെ കണ്ടോ വള ഒന്നായിട്ട് കൂട്ടിയിട്ട് വിൽക്കുന്നുണ്ട്.
നമ്മൾ സാധാരണ ചില്ല് വളകൾ ഇട്ടാൽ നമ്മളിപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചില്ലിൻ്റെ വളകൾ ഇവർ ഇതൊക്കെ കുറേ ഉപയോഗിക്കൂട്ടായി ചില്ലിൻ്റെ വളകളൊക്കെ ഉണ്ടല്ലോ ഇത് കൂട്ടിയിട്ടിട്ട് വിൽക്കുന്നുണ്ട് ഈ ബായി കണ്ട ചില്ലിൻ്റെ വളകളാണ് കംപ്ലീറ്റ് ചില്ലിൻ്റെ വളകളാട്ടോ നോക്കി. ഞാനിങ്ങനെ അവിടെ ഒരു ബായിൻ്റെ അടുത്ത് ഒരു ഐസ്ക്രീം വാങ്ങി കഴിക്കുകയാണ്. ഐസ്ക്രീമിൽ എന്തൊക്കെ പൂശിയിട്ടൊക്കെയാണ് ഇവർ തരിക കേട്ടോ. ക്യാ ഡാൽ ദിയ ഹണിയെ ഹണിയും പിന്നെ ഐസ്ക്രീമും ഇതാക്കിയിട്ടാണ് കേട്ടോ ഐസ്ക്രീം തരേണ്ടത്. ഇസ്ക ക്യാ ഐസ്ക്രീം നാമേ പോയി മെവാഡ് ഐസ്ക്രീം മുംബൈ കാ സ്പെഷ്യലാ മുംബൈ കാ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ സ്പെഷ്യൽ അല്ല എന്ന് ഇവർ പറയില്ല കേട്ടോ. അതാണ് ഇവർ ഏറ്റവും വലിയ തള്ളിൻ്റെ പ്രത്യേകത. ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ്സ് ആണ് കേട്ടോ ഇത്. കിത്തിന ഇതൊക്കെ 10 രൂപയാണ് കേട്ടോ. നമ്മളവിടെ ഇങ്ങനത്തെ ഒരു ചെറിയ പാക്കറ്റിന് തന്നെ കൊടുക്കണം. കറാമ്പട്ട പൂവ് കണ്ട സ്റ്റാർച്ച് ഇതിനൊക്കെ ഭയങ്കര റേറ്റാണ് ഇവിടെ. പൊതുവെ എല്ലാത്തിനും ഇങ്ങനത്തെ കണ്ടോ ഈ സംഭവം ചെറിയ ചെറിയ പാക്കറ്റ് ആക്കിയിട്ടാണ് വിൽക്കേണ്ടതെങ്കിലും ഇതിനൊക്കെ 10 രൂപേൻ്റെ പാക്കറ്റുകളാട്ടോ. ഇതെല്ലാം 10 രൂപേൻ്റെ പാക്കറ്റാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഗരം മസാലൻ്റെ ഒക്കെ പാക്കറ്റിന് കണ്ടോ ഇത് നമ്മളവിടെ ഒന്നും കാണാത്ത ടൈപ്പിലുള്ള ഒരു ഇതാണ്. എന്താ പറയുക അതിന് പറയാം കുമിൻ സീഡ് എന്നല്ല ഇതിന് പറയാം. ഇത് നമ്മൾ അവിടെ ഉള്ള എന്താ ഇതിന് പേരും കിട്ടുന്നില്ല എനിക്കറിയാം. പക്ഷേ കണ്ട സാധാരണ നമ്മളവിടെയൊക്കെ ഉണ്ടായാലും ഈ കളറല്ല ഏലത്തിൻ്റെ കളറിൽ ഈ കളറുള്ള ഏല നമ്മൾ കണ്ടിട്ടുണ്ടാവുക. ഇത് ഇവർ കണ്ടോ ഇവരുടെ അടുത്തൊരു ബ്ലാക്ക് ടൈപ്പിലുള്ള ഏല നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു നമ്മളെ കൊടംപുളിയാണ്, സാധാ കൊടംപുളി തന്നെയാണ്. പിന്നെ സ്റ്റാർച്ചിൻ്റെ ഒക്കെ ഇങ്ങനെ ഇതൊന്നും നമ്മളവിടെ ഇങ്ങനെ സ്റ്റാർച്ചൊന്നും ഇത്ര പാക്കറ്റായിട്ട് നമ്മൾ കാണലില്ല കേട്ടോ, വളരെ കുറവാണ്. ഉണ്ടോ ഇതൊക്കെ എന്താണ് എനിക്ക് വലിയ പിടുത്തമില്ല. ഇങ്ങനെയുള്ള കുറേ ഒരുപാട് സുഗന്ധ വ്യഞ്ജനങ്ങളാണ് കേട്ടോ. കുറേ ഈ ചേച്ചി ഇവിടെ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. വിറ്റുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി ചോദിക്കുകയാണ്, ഞാനത് ഇങ്ങനെ അവിടെ നിന്ന് ഓരോന്നും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ആ ചേച്ചിനോട് ചോദിച്ചാൽ എന്താ വേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു നമ്മൾ ഇതൊക്കെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൊതുവെ നമ്മൾ എവിടെ പോയാലും നമ്മൾ ഞാൻ പറഞ്ഞില്ലേ എവിടെ ചെല്ലുമ്പോഴും അവിടുത്തെ കൾച്ചറും സംസ്കാരങ്ങളും ഇതൊക്കെ വ്യത്യസ്തമായിരിക്കും. അതൊക്കെ ഇങ്ങനെ നമ്മൾ ബിസിനസ്സിൻ്റെ ഇടയിലൊക്കെ അവിടെയൊക്കെ നമ്മൾ പകർത്താൻ വേണ്ടി സമയം കാണുക പറഞ്ഞാൽ അതൊരു രസകരമായ കാര്യം തന്നെ. കാര്യങ്ങളൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബായി കിतना kg है 200 200 രൂപയാണ് ഒരു കിലോന് കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ച് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഇസ്ക കിतना 50 രൂപ ഈ പാക്കറ്റിന്. എനിക്ക് തോന്നുന്നു 50 രൂപക്ക് നമ്മളവിടെ ഇത് കിട്ടുമോയെന്ന് സംശയമാണ് കേട്ടോ. ഇങ്ങനെ കുറേ സംഭവങ്ങളാണ് ഈ ബായി വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബായി എന്തോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈകൊണ്ട് തേച്ചിട്ട് അത് തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഈത്തപ്പഴം ക്യാ കർണേക്ക എന്തോ സംഭവമാണോ ചെയ്യുന്നുണ്ട് കണ്ടോ. ഈത്തപ്പഴം പാക്കറ്റിലാക്കാനും വേണ്ടിയിട്ട് ഖജൂർ പാക്കറ്റിങ് കർണേക്കില്ലേ ഖജൂർ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓൻ ചെയ്യുന്ന എന്തോ പരിപാടിയാണ്. ഇൻസൈഡ് മേ അന്തർ ഓയിൽ ഇട്ടതാണ്. ബ്ലോഗിങ് ഞാനിങ്ങനെ ഇപ്പോൾ എത്തിയപ്പോഴേ ഇവിടെ ഒരു ബ്രോനെ കണ്ടു. നാം ക്യാ മിസ്റ്റർ ക്രൈഫൻ ക്യാ നാം നാസിർ ഖാൻ. ഇങ്ങനെ 2 ആളുകളെ ഞാൻ ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് ഇവിടുന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ മാർക്കറ്റിലൂടെ ഒക്കെ കുറേ നേരം ഇങ്ങനെ നടന്ന് കുറേ സമയമായിട്ടോ. രസമായിരുന്നു, നല്ല വൈബായിരുന്നു. അപ്പോൾ ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം. ഓക്കെ.